ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറിയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി, മറ്റൊന്ന് ജനറൽ റിലേറ്റിവിറ്റി തിയറി. ഇതിൽ ആദ്യം പബ്ലിഷ് ചെയ്തു വന്നത് സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറിയാണ്. അത് കഴിഞ്ഞ് ഒരു 10 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പബ്ലിഷ് ആകുന്നത്. 1905 അദ്ദേഹം വെറും ഒരു പേറ്റന്റ് ക്ലർക്ക് ആയിരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി പബ്ലിഷ് ആകുന്നത്. ആ ഘട്ടത്തിൽ അതിന് സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി എന്നൊരു പേരുണ്ടായിരുന്നില്ല. അത് റിലേറ്റിവിറ്റി തിയറി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് 10 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 1915 ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പബ്ലിഷായി. അപ്പോൾ മാത്രമാണ് ആദ്യം പബ്ലിഷ് ചെയ്ത തിയറി സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി സ്പേസിനെ കുറിച്ചും ടൈമിനെ കുറിച്ചുമാണ് പറയുന്നത്. ജനറൽ റിലേറ്റിവിറ്റി തിയറി ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനമാണ് നടത്തുന്നത്. മുൻപൊരു വീഡിയോയിൽ ഞാൻ സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറിയെക്കുറിച്ച് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കേയില്ല. പൂർണ്ണമായിട്ടും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സ്പെഷ്യൽ റിലേറ്റിവിറ്റിയെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാം. സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി കണ്ടൊരാൾക്ക് മാത്രമല്ല ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി കാണാൻ സാധിക്കുക. അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കിത് പൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ആദ്യം പബ്ലിഷ് ചെയ്ത സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം? രണ്ടാമത് വന്നത് എങ്ങനെയാണ് അത് ജനറൽ റിലേറ്റിവിറ്റി തിയറിയായി മാറിയത്? അതിൻ്റെ റീസൺ, ആദ്യം പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി ഒരു സ്പെഷ്യൽ കേസിൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ആദ്യം ഐൻസ്റ്റീൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ മറ്റു പല ആളുകളും സംശയമായിട്ട് ചോദിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ഇത് ഈ ഒരു പെർട്ടിക്കുലർ ഫ്രെയിമിൽ മാത്രം പ്രവർത്തിക്കുന്നതെന്ന്. ഐൻസ്റ്റീൻ അതിൻ്റെ ഉത്തരം പറയാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നു. ഒരുപാട് വർഷത്തെ പ്രയത്നങ്ങൾക്കൊടുവിലാണ് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചത്. അതാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആയിട്ട് മാറുന്നത്. ഇതിൽ ഞാൻ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ ഫ്രെയിം ഓഫ് റെഫറൻസ്? ഫ്രെയിം ഓഫ് റെഫറൻസ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഐൻസ്റ്റീൻ അല്ല. അതിനു മുമ്പ് ന്യൂട്ടൺ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഗലീലിയോ ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഒരു ട്രെയിനിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ട്രെയിനിലൂടെ സഞ്ചരിക്കുന്ന ഞാൻ വെളിയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വെളിയിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതായിട്ട് തോന്നും. കാരണം ഞാൻ യാത്ര ചെയ്യുകയാണല്ലോ. അവിടെയുള്ള മരങ്ങളൊക്കെ ഓടിപ്പോകുന്നത് പോലെ ആയിരിക്കും എനിക്ക് തോന്നുക. ഇവിടെ എൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഈ ട്രെയിനിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള കാഴ്ചയാണ്. അതേസമയം വെളിയിലൊരു വ്യക്തി നിൽപ്പുണ്ടെങ്കിൽ, ആ വ്യക്തി ഈ ട്രെയിൻ പോകുന്നത് കാണുന്നുണ്ടെങ്കിൽ അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് വേറെയാണ്. അയാൾ വെളിയിൽ നിൽക്കുന്ന രീതിയിലുള്ള ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിരിക്കും അവിടെ ആപ്ലിക്കബിൾ ആവുക. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ കേസിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പീഡിലുള്ള ഫ്രെയിം ഓഫ് റെഫറൻസ് മാത്രമേ ആപ്ലിക്കബിൾ ആവുകയുള്ളൂ. ഞാനൊരു ട്രെയിനിൽ സഞ്ചരിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ആ ട്രെയിൻ ഒരേ വേഗതയിൽ തന്നെ സഞ്ചരിക്കുന്ന ട്രെയിൻ ആയിരിക്കണം. കൃത്യം 100 കിലോമീറ്റർ ആണെങ്കിൽ 100 കിലോമീറ്ററിൽ തന്നെ ആയിരിക്കണം അത് സഞ്ചരിക്കുന്നത്. അപ്പോൾ മാത്രമേ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആപ്ലിക്കബിൾ ആവുകയുള്ളൂ. ഒരുപാട് പേര് സംശയം ചോദിച്ചു, ആ ട്രെയിനിൻ്റെ വേഗത വർദ്ധിക്കുകയാണെങ്കിൽ എന്ത് മാറ്റമായിരിക്കും സംഭവിക്കുക? അല്ലെങ്കിൽ അതിൻ്റെ വേഗത കുറഞ്ഞു വരികയാണെങ്കിൽ എന്ത് മാറ്റമായിരിക്കും സംഭവിക്കുക? ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ. ആ ഉത്തരം എന്താണെന്നാണ്, അല്ലെങ്കിൽ അതിലൂടെയുള്ള യാത്ര എപ്രകാരമായിരുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. സ്പെഷ്യൽ റിലേറ്റിവിറ്റിയെക്കാളും കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഉദാഹരണങ്ങളുടെ സഹായത്താൽ വളരെ ഈസി ആയിട്ട് അത് അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. ജനറൽ റിലേറ്റിവിറ്റിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങളുമായിട്ട് ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കാനുണ്ട്. നമ്മുടെ ഒരു ശാസ്ത്ര പ്രബന്ധം ഈ നവംബർ ആദ്യ ആഴ്ചയിൽ IEEE ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പ്രസൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ പ്രൊസീഡിങ്സ് ആയിട്ട് അത് പബ്ലിഷ് ചെയ്യപ്പെടുന്നതുമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ആസ്ട്രോഫിസിക്സ് കോഴ്സിൽ എൻറോൾ ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ സ്റ്റുഡൻറ്റിനോടൊപ്പം തന്നെ ഞാനും മറ്റു ചില ഗവേഷകരും പ്രവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ആസ്ട്രോഫിസിക്സിൽ PhD അഡ്മിഷൻ ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസൻറ്റേഷൻ നടത്തിയത്. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള പ്രസൻറ്റേഷൻ നടത്താൻ സാധിക്കും. താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിലൂടെയോ അല്ലെങ്കിൽ മെയിൽ ID യിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്.
നമുക്ക് ഐസക് ന്യൂട്ടൻ്റെ ഗ്രാവിറ്റിയിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഗ്രാവിറ്റി എന്താണെന്ന് ലോകത്തെ അറിയിച്ചു കൊടുത്തത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് പറഞ്ഞത് ഗ്രാവിറ്റി കാരണമാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സൂര്യനെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്നങ്ങ് എടുത്തു മാറ്റിയാലോ? നമ്മളെക്കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല, പക്ഷേ അങ്ങനെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരു ചിന്താ പരീക്ഷണമാണ്, തോട്ട് എക്സ്പെരിമെൻ്റാണ്. അങ്ങനെ സൂര്യനെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ആ സമയം തന്നെ, ആ ഞൊടിയിൽ ഇടയ്ക്ക് തന്നെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്ന കറക്കം നിർത്തി ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് സഞ്ചരിച്ചു പോകുമെന്നാണ് ഐസക് ന്യൂട്ടൻ പറഞ്ഞത്. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി വെച്ച് നോക്കുമ്പോൾ അത് തെറ്റാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെയാണ് ആദ്യം അത് പറയുന്നത്. ഐൻസ്റ്റീൻ്റെ തിയറി അനുസരിച്ച് പ്രപഞ്ചത്തിലൂടെ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന് പ്രകാശത്തിന്, മറ്റൊന്ന് ഗ്രാവിറ്റേഷണൽ വേവ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ തരംഗങ്ങൾക്കാണ്. ഈ സൂര്യൻ അവിടെ നിന്നും ഇല്ലാതെയായി എന്ന ആശയം ഭൂമിയിൽ എത്തിച്ചേരുന്നത് ഗ്രാവിറ്റേഷണൽ വേവ്സിലൂടെയാണ്. ഗ്രാവിറ്റേഷണൽ വേവ്സിന് സഞ്ചരിക്കുന്നതിലുള്ള പരിധി ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്ററിന് അടുത്തുള്ള വേഗതയാണ്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം 15 കോടി കിലോമീറ്ററാണ്. അതുകൊണ്ട് തന്നെ 8 മിനിറ്റുകൾക്ക് ശേഷം മാത്രമേ ഈ ഗ്രാവിറ്റേഷണൽ വേവ് ഭൂമിയിൽ എത്തിച്ചേരുകയുള്ളൂ. ആ 8 മിനിറ്റ് നേരം ഭൂമി സൂര്യന് ചുറ്റുമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. ഇനി സൂര്യൻ അവിടെ ഇല്ല എങ്കിൽ പോലും അതേ രീതിയിൽ തന്നെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം ആ ഇൻഫർമേഷൻ ഒരിക്കലും ഭൂമിയിൽ എത്തിച്ചേർന്നിട്ടില്ല. 8 മിനിറ്റുകൾക്ക് ശേഷം മാത്രം അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കടന്നു പോകും. ഇത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. ഐസക് ന്യൂട്ടൻ ഗ്രാവിറ്റി കാരണമാണ് ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളൊക്കെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. മാത്തമാറ്റിക്കൽ ഇക്വേഷനുകൾ അദ്ദേഹം ഡിറൈവ് ചെയ്തെടുത്തു. അത് നമ്മൾ എവിടെ അപ്ലൈ ചെയ്താലും ഫലിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്ന എല്ലാ ചലനങ്ങളിലും അത് ബാധകമാണ്. പക്ഷേ ഈ ഗ്രാവിറ്റി എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറയാൻ അദ്ദേഹത്തിന് സാധ്യമായില്ല. അത് പിന്നീട് കണ്ടെത്തുന്നത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ആൽബർട്ട് ഐൻസ്റ്റീന് ആദ്യമായിട്ട് ഇങ്ങനെയൊരു തോട്ട് ഉണ്ടായത് ഏത് ഘട്ടത്തിലാണെന്നറിയാമോ? 1907 ആ ഘട്ടത്തിൽ ബേണിലെ പേറ്റൻറ്റ് ഓഫീസിലെ വെറും ഒരു ക്ലർക്ക് മാത്രമായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്ന് ഒരു ദിവസം ജോലി ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ജനാലയിലൂടെ വെളിയിൽ ഒരു കാഴ്ച കാണുന്നത്. ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു വ്യക്തി ഓടുപാകുന്നു. പെട്ടെന്ന് തോന്നിയ ഒരാശയമാണ്, ആ വ്യക്തി അവിടെ നിന്നും ഭൂമിയിലേക്ക് മറിഞ്ഞു വീഴുകയാണെങ്കിലോ? അങ്ങനെ വീഴുമ്പോൾ അയാൾക്ക് ഒരു ഫ്രീ ഫാൾ ആയിരിക്കും അനുഭവപ്പെടുക. അയാൾക്ക് ഗ്രാവിറ്റി ആ സമയത്ത് അനുഭവിക്കാൻ സാധിക്കുന്നതല്ല. ഇങ്ങനെ ഉള്ള ഒരു ഫ്രീ ഫാളിനെ കുറിച്ച് ആദ്യമായിട്ട് ചിന്തിച്ച വ്യക്തിയൊന്നുമല്ല ആൽബർട്ട് ഐൻസ്റ്റീൻ. അതിനു മുൻപ് ഐസക് ന്യൂട്ടൻ ചിന്തിച്ചിട്ടുണ്ട്. അതിനു മുൻപ് ഗലീലിയോ ചിന്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. വളരെ പ്രശസ്തമായിട്ടുള്ള എക്സ്പെരിമെൻ്റാണ്. ആ എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടെത്തിയ കാര്യമാണ്, മാസിന് ഇവിടെ ഒരു പ്രാധാന്യവുമില്ല. ഒരു ആനയെടുത്ത് നമ്മൾ ഒരു നിശ്ചിത ദൂരത്തു നിന്നും താഴേക്കിട്ടാലും, ഒരു തൂവലെടുത്ത് നമ്മൾ അതേ ദൂരത്തു നിന്നും അതേ ഉയരത്തിൽ നിന്നും താഴേക്കിട്ടാലും രണ്ടും ഒരേ സമയം തന്നെയായിരിക്കും നിലത്ത് പതിക്കുക. അവിടെ വായുവിൻ്റെ പ്രവാഹം നമ്മൾ ഒഴിവാക്കണം. കാരണം ഈ തൂവൽ വായുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയായിരിക്കും വരുന്നത്. അങ്ങനെ വായുവിൻ്റെ ആ പ്രവാഹം ഇല്ലാതെ ചിന്തിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒരേ സമയത്ത് തന്നെയായിരിക്കും ഭൂമിയിൽ വന്ന് പതിക്കുക. ചന്ദ്രനിൽ ഇതേ രീതിയിലുള്ള ഒരു എക്സ്പെരിമെൻറ്റ് ആസ്ട്രോണോട്ട്സ് നടത്തിയിട്ടുണ്ട്. കാരണം അവിടെ വായുവില്ലല്ലോ. വായുവില്ലാതെ കൃത്യമായിട്ട് നമുക്കത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ട് വസ്തുക്കളും, എനിക്ക് തോന്നുന്നു ഒന്ന് ഒരു ചുറ്റികയായിരുന്നു, മറ്റൊന്നൊരു തൂവലായിരുന്നു. രണ്ട് വസ്തുക്കളും കൃത്യം അതേ സമയത്ത് തന്നെ വന്ന് നിലം പതിച്ചു. അപ്പോൾ ഈ ഒരു ചിന്തയ്ക്ക് ഒരു പ്രത്യേകതയുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗലീലിയോ ചിന്തിച്ച കാര്യം തന്നെയാണ്. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇവിടെ അല്പം കൂടെ കടന്ന് ഒരു കാര്യം കൂടെ ചിന്തിച്ചു. അദ്ദേഹം മാത്രമല്ല വീഴുന്നത്, അദ്ദേഹം അവിടെ പാകിക്കൊണ്ടിരിക്കുന്ന ഏതാനും ചില ഓടുകൾ കൂടി അദ്ദേഹത്തോടൊപ്പം നിലത്തേക്ക് വീഴുകയാണ്. അങ്ങനെയാണെങ്കിൽ നിലത്തേക്ക് വീണുകൊണ്ടിരിക്കുന്ന ആ റൂഫ് ഇട്ടുകൊണ്ടിരുന്ന വ്യക്തി നോക്കുമ്പോൾ ചുറ്റുപാടുമുള്ള റൂഫ് അല്ലെങ്കിൽ ആ ടൈലുകൾ നിശ്ചലമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ആ ടൈല് നിശ്ചലമാണ്. കാരണം രണ്ടും ഒരേ വേഗതയിലാണല്ലോ നിലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വെളിയിൽ നിന്ന് ഒരു വ്യക്തി നോക്കുമ്പോൾ അത് രണ്ടും നിശ്ചലമല്ല, രണ്ടും നിലത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ പെർട്ടിക്കുലർ ആ ഓട് പാകിക്കൊണ്ടിരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓടുകൾ അവിടെ നിശ്ചലമാണ്, സഞ്ചരിക്കുന്നില്ല. ഈ ഒരു തോട്ടിനെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഹാപ്പിയസ്റ്റ് ഐഡിയ ഇൻ മൈ ലൈഫ് എന്നാണ് വിശേഷിപ്പിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് ഈ ഒരു ഐഡിയയാണ്.
അദ്ദേഹം ഇതിലൂടെയാണ് തിയറി ഓഫ് ഇക്വലൻസ് അല്ലെങ്കിൽ ഇക്വലൻസ് പ്രിൻസിപ്പിൾ പ്രൊപ്പോസ് ചെയ്യുന്നത്. ആ പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിചിത്രമായ വീടിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ആ വീടിൻ്റെ ഉള്ളിൽ നിന്നാൽ നിങ്ങൾക്കൊരിക്കലും വെളിവശം കാണാൻ സാധിക്കുകയില്ല, കാരണം അവിടെ ഒരു ജനൽ പോലുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ഓടി നടക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാൻ സാധിക്കും, ഇഷ്ടമുള്ള രീതിയിൽ തന്നെ. പക്ഷേ ഈ വീടിനെ അതേപടി നമ്മൾ എടുത്ത് സ്പേസിലേക്ക് കൊണ്ടുവയ്ക്കുന്നു എന്ന് കരുതുക. അവിടെ വെക്കാനായിട്ട് സ്ഥലമൊന്നുമില്ല, സ്പേസിലാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതേപടിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല, കാരണം അവിടെ ഗ്രാവിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വീടിൻ്റെ ഉള്ളിൽ കടന്ന് പറന്നു നടക്കുകയായിരിക്കും. കൂടാതെ അവിടെയുള്ള എല്ലാ വസ്തുക്കളും നിങ്ങളോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഇതേ വീടിൻ്റെ തന്നെ ഫ്ലോറിൻ്റെ ഭാഗത്തായിട്ട് നിങ്ങൾ ഏതാനും റോക്കറ്റുകൾ വയ്ക്കുന്നു. ആ റോക്കറ്റ് 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിൽ സഞ്ചരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഗ്രാവിറ്റി അനുഭവപ്പെടാൻ സാധിക്കും. നിങ്ങൾ പറന്ന് നടക്കുകയില്ല, നിങ്ങൾ നേരെ ഫ്ലോറിലേക്ക് തന്നെ വീഴും. അവിടെ വീണ് കിടക്കുന്ന നിങ്ങൾക്ക് ഭൂമിയിലാണെന്നായിരിക്കും ചിന്തിക്കാൻ സാധിക്കുക. വെളിയിലുള്ള ഒന്നും നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുക ഭൂമിയിൽ നമ്മൾ എത്തിച്ചേർന്നു എന്നാണ്. കാരണം ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രാവിറ്റി അനുഭവപ്പെടാൻ കഴിയുന്നുണ്ട്. 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഭൂമിയുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ആക്സലറേഷൻ മാത്രമാണ്. ഭൂമി ഉണ്ടാകണമെന്നില്ല, ഒരു ആക്സലറേഷൻ ലഭ്യമായാലും നിങ്ങൾക്ക് ഗ്രാവിറ്റി അനുഭവപ്പെടാനായിട്ട് സാധിക്കും. പക്ഷേ ഭൂമിയിൽ എങ്ങനെയാണ് ഈ ആക്സലറേഷൻ അനുഭവപ്പെടാൻ സാധിക്കുന്നത്? മുമ്പ് പറഞ്ഞ ആ വീടിൻ്റെ ഫ്ലോറിൻ്റെ ഭാഗത്ത് ഘടിപ്പിച്ചിട്ടുള്ളതുപോലുള്ള റോക്കറ്റുകളൊന്നും നമ്മൾ ഭൂമിയിൽ ഘടിപ്പിച്ചിട്ടില്ല. അവിടെ മാസ് മാത്രമേ ഉള്ളൂ. എന്നിട്ടും എങ്ങനെയാണ് ആക്സലറേഷൻ ഉണ്ടാകുന്നത്? ഇത് മനസ്സിലാക്കാൻ വേണ്ടി ആൽബർട്ട് ഐൻസ്റ്റീൻ ശ്രമിച്ചു. പക്ഷേ ഇത് മനസ്സിലാക്കണമെങ്കിൽ സാധാരണ യൂക്ലീഡിയൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഡിറൈവ് ചെയ്തുകൊണ്ട് കാര്യമില്ല. എന്താണ് ഈ യൂക്ലീഡിയൻ കോർഡിനേറ്റ് സിസ്റ്റം? നമ്മൾ ചെറിയ ക്ലാസ്സിൽ ജോമെട്രി പഠിച്ചിട്ടുണ്ട്. മാത്തമെറ്റിക്സിൽ ചില ചാപ്റ്റേഴ്സായിട്ട് ജോമെട്രി പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എക്സും വൈ ആക്സിസും ഒക്കെ വരയ്ക്കും. അതിൻ്റെ ഉള്ളിൽ റെക്റ്റാങ്കിൾ, സ്ക്വയർ, അങ്ങനെ പല ഷേപ്പുകൾ വരയ്ക്കാറുണ്ട്. കുറച്ചുകൂടെ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ഇസഡ് ആക്സിസ് കൂടെ വരയ്ക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എല്ലാം പ്ലെയിനുകളാണ്. അപ്പം XY എന്ന് പറയുന്നൊരു പ്ലെയിനുണ്ട്, അതുപോലെ YZ എന്ന് പറഞ്ഞൊരു പ്ലെയിനുണ്ട്, അതിൽ തന്നെ ചരിഞ്ഞ് കിടക്കുന്ന പ്ലെയിനുകളുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു ചിന്താരീതിയിലൂടെ അല്ലെങ്കിൽ ഒരു ജോമെട്രിയിലൂടെ നമുക്ക് ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെക്കുറിച്ച് പഠിക്കാൻ സാധിക്കുകയില്ല. അതിനുവേണ്ടി നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിക്കണം. അതാണ് നോൺ യൂക്ലീഡിയൻ കോർഡിനേറ്റ് സിസ്റ്റം. ഉദാഹരണത്തിന് നമുക്ക് ഭൂമിയെ എടുക്കാം. ഭൂമി എന്ന് പറയുന്നത് ഒരു സ്പെറിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ഗോളത്തിൻ്റെ ഷേപ്പുള്ള ഒരു സെലസ്റ്റിയൽ ബോഡിയാണ്. ആ ഭൂമിയിൽ നമ്മൾ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് വിമാനത്തിലൂടെ യാത്ര ചെയ്യുകയാണെന്ന് കരുതുക. നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള ഒരു റൂട്ട് മാപ്പായിരിക്കും ലഭിക്കുക. ഇങ്ങനെ വളഞ്ഞായിരിക്കും പോവുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞ് പോകുന്നത്? നേരെ സ്ട്രെയിറ്റ് ലൈനായിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അമേരിക്കയിലെത്താൻ സാധിക്കുമല്ലോ. ശരിക്കും ഇവിടെ വളഞ്ഞു പോകുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഭൂമിയുടെ ആ സ്പെറിക്കൽ രൂപത്തിൽ അല്ലെങ്കിൽ ഗ്ലോബിൽ ഡൽഹിയിൽ നിന്നും അമേരിക്കയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം ആ ഗ്ലോബ് നിവർത്തി നോക്കുക. നിവർത്തി ഒരു മാപ്പ് പോലെ ആക്കി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് വളഞ്ഞു പോകുന്ന ഒരു ലൈനായിട്ടായിരിക്കും കാണാൻ സാധിക്കുക. ആ ഗ്ലോബിൻ്റെ രൂപത്തിൽ നിൽക്കുമ്പോൾ അതിന് ഒരു നോൺ യൂക്ലീഡിയൻ കോർഡിനേറ്റ് സിസ്റ്റമാണ് ഉണ്ടായിരിക്കുക. എന്നാൽ നമ്മൾ പരത്തി ഒരു പ്ലെയിനിൽ അത് ഒരു മാപ്പ് പോലെ വയ്ക്കുകയാണെങ്കിൽ നോൺ യൂക്ലീഡിയൻ അല്ല, മറിച്ച് അവിടെ യൂക്ലീഡിയൻ കോർഡിനേറ്റ് സിസ്റ്റമാണ് ഉള്ളത്. പ്രപഞ്ചത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ഭൂമിയുടെ ഗ്രാവിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നോൺ യൂക്ലീഡിയൻ ജോമെട്രിയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ നോൺ യൂക്ലീഡിയൻ ജോമെട്രിയിൽ അഗ്രഗണ്യനൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന, ക്ലാസ്മേറ്റ് ആയിരുന്ന മാർഷൽ ഗ്രോസ്മാനെ നേരിട്ട് പോയി കണ്ടു.
അതിനുശേഷം അവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഇതിൻ്റെ തുടർന്നുള്ള ഡെറിവേഷനുകൾ നടത്തുന്നത്. അതൊടുവിൽ 1913 ഒരു ശാസ്ത്ര പ്രബന്ധമായിട്ട് അവർക്ക് പബ്ലിഷ് ചെയ്യാനും സാധ്യമായി. ഇത് പൂർണ്ണമായിട്ടും ഒരു മാത്തമാറ്റിക്കൽ പേപ്പറാണ്. അപ്പോൾ അതിലെ ഇക്വേഷനുകളൊക്കെ ഞാനിവിടെ നിരത്തിപ്പിടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവുകയില്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇതിലെ സമവാക്യത്തിൻ്റെ LHSഉം RHSഉം എടുക്കുക. അതായത് സമവാക്യം എന്ന് പറയുമ്പം അവിടെ ഒരു ഈക്വൽ ടു സിമ്പിൾ കാണുമല്ലോ. ആ ഈക്വൽ ടു സിമ്പിളിൻ്റെ ഇടതുവശത്തുള്ളതെല്ലാം LHS ആണ്, വലതുവശത്തുള്ളതെല്ലാം RHS അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പോർഷനാണ്. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ മാസുള്ള ഒരു വസ്തു കാരണം എങ്ങനെയാണ് സ്പേസ് ടൈം വളയുന്നതെന്നാണ് കാണിക്കുന്നത്, എത്രമാത്രം വളയുന്നു എന്ന് കാണിക്കുന്നു. അതേസമയം റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ RHSൽ കാണിക്കുന്നത് അങ്ങനെ വളഞ്ഞിട്ടുള്ള ഒരു സ്പേസ് ടൈമിലൂടെ ഒരു വസ്തു എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്നാണ്. ചുരുക്കത്തിൽ ഈ സമവാക്യത്തിലും ഈ പേപ്പറിലും പറയുന്നത് മാസുള്ള ഒരു വസ്തു സ്പേസ് ടൈമിനെ വളയ്ക്കുന്നു, ആ വളവിലൂടെ വസ്തുക്കൾ കടന്നു പോകുന്നു. അതായത് ഇവിടെ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ഫോഴ്സേ ഇല്ല. ഒരു സെലസ്റ്റിയൽ ബോഡി കാരണം സ്പേസ് ടൈമിൽ വളവുണ്ടാകുന്നു, ആ വളവിനനുസരിച്ചാണ് ഇവിടെയുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഭൂമിയിൽ നമ്മൾ മുകളിലേക്കൊരു കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ അത് തിരികെ ഭൂമിയിലേക്ക് തന്നെ വരും. കാരണം അവിടെ വലിയൊരു വളവുണ്ട്. ഈ ഭൂമി നിൽക്കുന്നത് കാരണം സ്പേസ് ടൈമിനൊരു വലിയ വളവുണ്ട്. മുകളിലേക്ക് പോകുന്ന ഈ പന്ത് നേരെ ആ വളവ് കാരണം ആ വളവിലൂടെ സഞ്ചരിച്ച് ഭൂമിയിലേക്ക് മടങ്ങി വരികയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു എസ്കേപ്പ് വെലോസിറ്റിയിലുള്ള വേഗതയിൽ മാത്രം ഒരു കല്ലിനെ എറിഞ്ഞാൽ മാത്രമേ ഈ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വിട്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു കർവേച്ചർ വിട്ടിട്ട് വെളിയിലേക്ക് പോവുകയുള്ളൂ. അല്ലാത്ത പക്ഷം അത് ഇവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുക. നിങ്ങളിവിടെ സ്പേസ് ടൈമിനെ സ്പേസുമായിട്ട് ഉപമിക്കരുത്. സ്പേസാണ് വളയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. സ്പേസ് അല്ല. സ്പേസും സ്പേസ് ടൈമും രണ്ടും വ്യത്യസ്തമാണ്. സ്പേസ് ടൈം എന്ന് പറയുന്നത് 4 ഡയമെൻഷനിലുള്ള ഒരു എൻറ്റിറ്റിയാണ്. 4 ഡയമെൻഷനിലുള്ള ഒരു എൻറ്റിറ്റിയെക്കുറിച്ച് നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിക്കാൻ സാധിക്കുകയില്ല. മാത്തമാറ്റിക്കൽ സമവാക്യങ്ങളിലൂടെ ഡിഡക്റ്റ് ചെയ്തെടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് 1913 പബ്ലിഷ് ചെയ്ത ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയും ഗ്രോസ്മാൻ്റെയും ഈ പേപ്പറിലേക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെ 1905 പബ്ലിഷ് ചെയ്ത 5 പേപ്പറുകളിൽ 4ാമത്തെ പേപ്പറിലെ സമവാക്യം അപ്ലൈ ചെയ്യാം. E=mc² എന്ന് പറയുന്ന വിശ്വപ്രശസ്തമായിട്ടുള്ള സമവാക്യം. ഈ സമവാക്യം പറയുന്നത് ഏതൊരു വസ്തു എടുത്താലും, മാസുള്ള ഏതൊരു വസ്തു എടുത്താലും ആ വസ്തുവിൽ അതിഭീകരമായ അളവിലുള്ള ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്രയും ഭീകരമായിട്ടുള്ള ഊർജ്ജമെല്ലാം കൂടെ കണ്ടൻസ് ചെയ്ത് ഒരു വസ്തുവായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ഒരു വസ്തു എന്ന് പറയുന്നത് ഒരു ഊർജ്ജത്തിന് തുല്യമാണ്. ഈ ഊർജ്ജം എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയോ പൊട്ടൻഷ്യൽ എനർജിയോ അല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്യുന്നതിന് മുൻപ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ എനർജിയെ കണ്ടിരുന്നത്. ഐൻസ്റ്റീൻ്റെ തിയറി വന്നതിന് ശേഷം, ഈ ഒരു സമവാക്യം വന്നതിന് ശേഷമാണ് ഈ വസ്തുക്കളുടെ ഉള്ളിലൊക്കെ അതിഭീകരമായിട്ടുള്ള ഊർജ്ജമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. എങ്ങനെയാണ് ഈ സൂര്യനൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ തന്നെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രതിഭാസത്തിലൂടെ ഇവിടെ വൈദ്യുതി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെയാണ് നമ്മളിവിടെ ആറ്റം ബോംബ് സൃഷ്ടിച്ചെടുത്തത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സമവാക്യം ശരിക്കും പറഞ്ഞാൽ എനർജിയും മാസും തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു മാറ്ററും തമ്മിലുള്ള റിലേഷനെയാണ് കാണിക്കുന്നത്. മാറ്റർ എന്ന് പറയുന്നത് മാറ്റർ മാത്രമല്ല, അത് ഊർജ്ജമാണ്. ആ മാറ്റർ അല്ലെങ്കിൽ ആ ഒരു വസ്തു വെളിയിലേക്ക് ഒരു ഊർജ്ജത്തെ വിടുന്നുണ്ടെങ്കിൽ അത്രയും തന്നെ മാസ് അതിന് നഷ്ടമാകുന്നുണ്ട്. നമ്മുടെ സൂര്യൻ വലിയ തോതിൽ ഊർജ്ജത്തെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അത്രയും തന്നെ മാസ് അതിന് നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഈ സമവാക്യം മുമ്പ് പറഞ്ഞ ആ ഈ പേപ്പറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഈ മാസിനോ അല്ലെങ്കിൽ സെലസ്റ്റിയൽ ബോഡിക്കോ ഒരു പ്രാധാന്യവുമില്ല. എനർജിക്ക് മാത്രമാണ് പ്രാധാന്യം. ഭൂമിക്കൊരു മാസുണ്ട്. ആ മാസിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഊർജ്ജം നമുക്ക് ഈ E=mc² എന്ന സമവാക്യത്തിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഇതിലെ C എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ വേഗതയാണ്. അത് ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്ററാണ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിഭീകരമായിട്ടുള്ളൊരു സംഖ്യയാണ് കിട്ടുക. അതിൻ്റെ കൂടെ നമ്മൾ 1 ഗ്രാമിൻ്റെ ഒരു വസ്തു എടുത്താൽ പോലും അത് അതിഭീകരമായിട്ടുള്ള ഒരു ഊർജ്ജമായിട്ട് മാറും. അപ്പോൾ ഭൂമിയുടെ ഊർജ്ജം എത്രമാത്രം ഭീകരമായിരിക്കും. ആ ഊർജ്ജമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഗ്രാവിറ്റി പോലുള്ള ഒരു പ്രതിഭാസം സൃഷ്ടിക്കുന്നത്. ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ അത് ഒരു ഫോഴ്സ് ഒന്നുമല്ല എന്നും ഐൻസ്റ്റീൻ ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്.
അത് ഒരു പ്രതിഭാസം മാത്രമാണ്, സ്പേസ് ടൈമിലുണ്ടാകുന്ന ഒരു വളവ് മാത്രമാണ്. ആ സ്പേസ് ടൈമിലെ വളവിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. പലപ്പോഴായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഒരു ഫാബ്രിക് അല്ലെങ്കിൽ ഒരു തുണി വിരിച്ചിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾ സ്പേസ് ടൈമായിട്ട് എടുക്കുക. അപ്പോൾ അവിടേക്ക് ഒരു ഭാരമുള്ള ഒരു പന്തോ അല്ലെങ്കിൽ ഒരു സെലസ്റ്റിയൽ ബോഡിയോ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അത് കാരണം അവിടെ ഒരു വളവ് സംഭവിക്കും. അതിൻ്റെ ചുറ്റുമായിട്ട് അതിനേക്കാൾ കുറഞ്ഞ രീതിയിലുള്ള മറ്റ് ചില ബോളുകൾ ഇടുകയാണെങ്കിൽ ആ ഓരോ ബോളുകളും അവിടെയെല്ലാം ഓരോ വളവ് സൃഷ്ടിക്കുന്നതാണ്. ആ വളവ് കാരണം തന്നെയാണ് വലിയ ഭാരമേറിയിട്ടുള്ള വസ്തുക്കൾക്ക് ചുറ്റുമായിട്ട് ഭാരക്കുറവുള്ള വസ്തുക്കൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാഫിക്കൽ വീഡിയോയിൽ അതിൻ്റെ തന്നെ 4 ഡയമെൻഷനിലുള്ള ഒരു രൂപവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1913 ഈ പേപ്പറിൻ്റെ പബ്ലിക്കേഷന് ശേഷം ആൽബർട്ട് ഐൻസ്റ്റീൻ ശരിക്കും ഏറ്റവും വെല്ലുവിളിയേറിയിട്ടുള്ള ഒരു വർക്കിലേക്ക് കടന്നു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യം മാത്തമാറ്റിക്കലി തെളിയിക്കണം. അതായത് ഏതെങ്കിലും നിലവിലുള്ള ഒരു പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്ത് ഇത് ശരിയാണെന്ന് തെളിയിക്കണം. പക്ഷേ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ജനറൽ റിലേറ്റിവിറ്റി തിയറി തെളിയിക്കാൻ സാധിക്കുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നതാണ്. ബ്ലാക്ക് ഹോളുകളിൽ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും, പക്ഷേ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പോലും ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ ഒരു ജനറൽ റിലേറ്റിവിറ്റി തിയറി 1915 പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരു വർഷം കൂടി കഴിഞ്ഞ് 1916 മാത്രം ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെയാണ് ഇങ്ങനൊരു സെലസ്റ്റിയൽ ബോഡി ഉണ്ടായിരിക്കാമെന്ന് ഇതേ ജനറൽ റിലേറ്റിവിറ്റി തിയറി ഉപയോഗിച്ചിട്ട് പ്രപ്പോസ് ചെയ്തത്. അതായത് ബ്ലാക്ക് ഹോളൊന്നും നമുക്ക് ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. വേറെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇത് അപ്ലൈ ചെയ്ത് ആ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്താൽ മാത്രമേ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു പ്രശ്നം അവശേഷിക്കുന്നുണ്ട്. അത് മെർക്കുറിയുടെ സൂര്യന് ചുറ്റുമുള്ള വലം വെപ്പാണ്. ഐസക് ന്യൂട്ടൺ അത് എങ്ങനെയാണ് വലം വയ്ക്കുന്നതെന്ന് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തെടുത്ത വാല്യൂയിൽ നിന്നും ചെറിയ വ്യത്യാസത്തോടു കൂടിയാണ് മെർക്കുറി സൂര്യന് ചുറ്റും കറങ്ങുന്നത്. ആ ചെറിയ വ്യത്യാസം എന്ന് പറയുമ്പം അത് ഐസക് ന്യൂട്ടൻ്റെ തിയറിയിലുള്ള ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ ആൽബർട്ട് ഐൻസ്റ്റീന് ജനറൽ റിലേറ്റിവിറ്റി തിയറി ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഐസക് ന്യൂട്ടൻ്റെ തിയറി തെറ്റാവുകയും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി ശരിയാവുകയും ചെയ്യും. ആൽബർട്ട് ഐൻസ്റ്റീൻ പിന്നീടുള്ള 2 വർഷക്കാലം ഈ ഒരു മാത്തമാറ്റിക്കൽ ഡെറിവേഷനിലാണ് ഏർപ്പെട്ടത്. പക്ഷേ അത് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കുകയില്ലെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. കാരണം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഡെറിവേഷനാണ്. അങ്ങനൊരു ഡെറിവേഷൻ ചെയ്യണമെങ്കിൽ അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യൻ കൂടെ തൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം. ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സമവാക്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യൻ ഉണ്ട്. ഡേവിഡ് ഹിൽബർട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആൽബർട്ട് ഐൻസ്റ്റീൻ നേരിട്ട് തന്നെ ഡേവിഡ് ഹിൽബർട്ടിനെ പോയി കണ്ടു. അവിടെ ചെന്നപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ശരിക്കും ഞെട്ടിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ, ഹിൽബർട്ടിൻ്റെ ഓഫീസിൽ പല ബോർഡുകളിലായിട്ട് ഐൻസ്റ്റീൻ്റെ സമവാക്യങ്ങൾ തന്നെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അതായത് ഐൻസ്റ്റീൻ്റെ ഈ തിയറിയെ ഹിൽബർട്ട് കുറച്ച് നാളുകളായിട്ട് ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. പക്ഷേ ഹിൽബർട്ടിന് അങ്ങനെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. തനിക്ക് സ്വന്തമായിട്ട് തന്നെ ഈ ജനറൽ റിലേറ്റിവിറ്റി തിയറി ഡിറൈവ് ചെയ്ത് പബ്ലിഷ് ചെയ്യണമെന്നായിരുന്നു ഹിൽബർട്ടിൻ്റെ ആഗ്രഹം. അത് വലിയ രീതിയിൽ തന്നെ ഐൻസ്റ്റീനെ വേദനിപ്പിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം തിയറി ആണെങ്കിൽ പോലും അത് ഡിറൈവ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ക്രെഡിറ്റ് ലഭ്യമാവുക ഹിൽബർട്ടിന് മാത്രമായിരിക്കും. ഐൻസ്റ്റീൻ ചിന്തിക്കുന്നത് ഹിൽബർട്ട് തന്നെക്കാൾ മിടുക്കനായിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യനാണ്, അദ്ദേഹത്തിന് അത് സാധിക്കും. അപ്പോൾ തൻ്റെ തിയറി മറ്റൊരാളുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങും. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീന് അതങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല. അദ്ദേഹം പിന്നീടുള്ള 2 വർഷക്കാലം അതിൻ്റെ പുറത്തായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ ഒരേ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു കൊണ്ടിരുന്നു. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു സൗഹൃദപരമായിട്ടുള്ള യുദ്ധം തന്നെയാണ് അരങ്ങേറിക്കൊണ്ടിരുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീന് നല്ല ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഹിരണ്യ കാരണം ഉണ്ടാകുന്ന വേദന സഹിച്ചുകൊണ്ട് സർജറി ചെയ്യാതെ തന്നെ അദ്ദേഹം പൂർണ്ണമായിട്ടും ആ വർക്കിൽ തന്നെ ആണ്ടിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ ബെസോ എന്ന ഒരു സയൻറ്റിസ്റ്റുമായിട്ട് ചേർന്നിട്ടാണ് ഈ ഡെറിവേഷൻസ് നടത്തുന്നത്. അവരുടെ ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ ഒരു വലിയ പരാജയമായിരുന്നു. ആദ്യത്തെ പരാജയ കാരണമായിട്ട് ഐൻസ്റ്റീൻ മനസ്സിലാക്കിയെടുത്തത്
അവരുടെ സൂര്യൻ്റെ മാസ് കണ്ടുപിടിക്കാനുള്ള സമവാക്യത്തിലെ പിശകായിരുന്നു. പിന്നീട് അത് തിരുത്തി വീണ്ടും അവർ ഒരു അറ്റംപ്റ്റ് കൂടെ നടത്തി. അപ്പോഴും വലിയ പരാജയമായിരുന്നു. ഇത്തവണ പിശക് പറ്റിയത് സൂര്യൻ്റെ വോള്യം കണ്ടെത്തുന്നതിലെ പിശകായിരുന്നു. മൂന്നാമത് വീണ്ടും നടത്തിയപ്പോഴാണ് പ്രായോഗികമായിട്ടുള്ള ഒരു പ്രശ്നത്തെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. മെർക്കുറി സ്വയം കറങ്ങുന്നുണ്ട്. അതിൻ്റെ സ്വയമുള്ള കറക്കം കൂടി ഈ സമവാക്യത്തിൽ ഉൾപ്പെടുത്തണം. പക്ഷേ എങ്ങനെയാണ് ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതെന്ന് അദ്ദേഹത്തിന് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ആൽബർട്ട് ഐൻസ്റ്റീന് ചില സുഹൃത്തുക്കളിലൂടെ ഹിൽബർട്ടിനെ കുറിച്ചുള്ള ചില വാർത്തകൾ കേൾക്കാൻ സാധിച്ചത്. ഹിൽബർട്ട് അവസാന ഘട്ടങ്ങളിലേക്ക് അടുത്തിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും അദ്ദേഹം ജനറൽ റിലേറ്റിവിറ്റി തിയറി പ്രൂവ് ചെയ്യും. ആൽബർട്ട് ഐൻസ്റ്റീൻ വേദനകളൊക്കെ സഹിച്ചുകൊണ്ട് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ അദ്ദേഹത്തിന് കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഈ ഡെറിവേഷനൊക്കെ ചെയ്യുമ്പോൾ അവിടേക്ക് മാക്സ് പ്ലാങ്ക് കടന്നു വരികയാണ്. മാക്സ് പ്ലാങ്ക് ഒരു കത്തുമായിട്ടാണ് വരുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീന് വേണ്ടി ഹിൽബർട്ട് അയച്ചു കൊടുത്ത ഒരു കത്ത്. ആൽബർട്ട് ഐൻസ്റ്റീൻ വളരെ ഞെട്ടലോടുകൂടിയാണ് ആ കത്ത് സ്വീകരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയാം ഹിൽബർട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കാം ഇങ്ങോട്ട് അയച്ചു തന്നിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഇത് പബ്ലിഷ് ചെയ്ത് വരാം. വിറയ്ക്കുന്ന കൈകളോടുകൂടി ആൽബർട്ട് ഐൻസ്റ്റീൻ അത് തുറന്നു നോക്കിയപ്പോൾ ഉദ്ദേശിച്ച കാര്യം ശരി തന്നെയാണ്. ഹിൽബർട്ട് പ്രൂവ് ചെയ്തിരിക്കുന്നു. തകർന്നുപോയി അക്ഷരാർത്ഥത്തിൽ തന്നെ. പക്ഷേ അതിലൂടെ കുറേയധികം കണ്ണോടിച്ചപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വീണു. ഹിൽബർട്ടിന് ഒരു വലിയ പിശക് സംഭവിച്ചിരിക്കുന്നു. ഈ ഡെറിവേഷൻ തെറ്റാണ്. ഹിൽബർട്ട് ആദ്യം മുതൽ വീണ്ടും പ്രവർത്തിക്കണം. ഹിൽബർട്ട് അവിടെ വീണ്ടും പരിശ്രമിക്കുന്നുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഫലം കാണുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പരിശ്രമങ്ങൾക്കാണ്. അങ്ങനെയാണ് 1915 ദ ഫൗണ്ടേഷൻ ഓഫ് ജനറൽ റിലേറ്റിവിറ്റി തിയറി എന്ന പേപ്പർ അദ്ദേഹം എഴുതുന്നത്. പിന്നീട് 1916 അത് പബ്ലിഷ് ചെയ്തു വരികയും ചെയ്തു. ആൽബർട്ട് ഐൻസ്റ്റീനെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഹിൽബർട്ട് ഒരു കത്തുകൂടി അയച്ചു. അപ്പോൾ ആ കത്തിനോടൊപ്പം അദ്ദേഹം 1-2 കാര്യങ്ങൾ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിച്ചത്? മെർക്കുറി കൃത്യമായിട്ട് എങ്ങനെയാണ് സൂര്യന് ചുറ്റും കറങ്ങുന്നതെന്ന് ടെലസ്കോപ്പുകളുടെ സഹായത്താൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. മാത്തമാറ്റിക്കൽ മോഡലുകൾ പരാജയപ്പെട്ടു പോവുകയായിരുന്നു. പക്ഷേ ഐൻസ്റ്റീൻ്റെ മാത്തമാറ്റിക്കൽ മോഡൽ കൃത്യമായിട്ട് തന്നെ എങ്ങനെയാണ് മെർക്കുറി സൂര്യന് ചുറ്റും കറങ്ങുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് പിന്നീട് അഡ്വാൻസ്ഡ് ടെലസ്കോപ്പുകളൊക്കെ വന്നപ്പോൾ കൂടുതൽ കൃത്യതയോടുകൂടി തന്നെ ഗവേഷകർ ഉറപ്പുവരുത്തി ഐൻസ്റ്റീൻ്റെ തിയറി ശരിയാണെന്ന്. ഹിൽബർട്ട് അങ്ങനെ ഒരു കത്ത് അയച്ചെങ്കിൽ പോലും ആൽബർട്ട് ഐൻസ്റ്റീൻ അതിൻ്റെ മറുപടി കൊടുത്തില്ല. പക്ഷേ ഇപ്പോൾ ഗവേഷകർക്കും അല്ലെങ്കിൽ അക്കാഡമിഷ്യൻസിനും ഒരു ധാരണയുണ്ട് എങ്ങനെയാണ് ഐൻസ്റ്റീൻ അത് സോൾവ് ചെയ്തതെന്ന്. അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് ഒരു മാത്തമാറ്റിക്കൽ സ്ട്രക്ചറാണ്. ടെൻസർ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ആ ടെൻസർ അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷന് വേണ്ടി ഡിസൈൻ ചെയ്ത് കൊടുത്തത് 1913 അദ്ദേഹത്തിൻ്റെ ഓതറായിരുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന ഗ്രോസ്മാൻ ആണ്. എന്താണ് ഈ ടെൻസർ എന്ന് പറയുന്നത്? വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ആ മേഖലയിൽ ഗവേഷണം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അക്കാഡമിക്കലി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ടെൻസറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സിൽ റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ എൻ്റെ റിസർച്ചിൽ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഞാൻ ആസ്ട്രോഫിസിക്സിൽ അപ്ലൈ ചെയ്യുന്ന മെത്തഡോളജി അത് മെഷീൻ ലേണിംഗ് ആണ്. അപ്പോൾ അതിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ടെൻസേഴ്സ് ഉപയോഗിക്കണം. ടെൻസേഴ്സ് ഉപയോഗിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. സാധാരണക്കാരന് പറഞ്ഞാൽ ഒട്ടും തന്നെ മനസ്സിലാക്കാൻ ഉള്ള സാധ്യതയില്ല. പക്ഷേ ഒരു ഉദാഹരണത്തിലൂടെ അത് അവതരിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. നിങ്ങൾ ഒരു വലിയ ലോക്കർ റൂം ചിന്തിക്കുക. അതിഭീകരമായ വലിപ്പമുള്ള ഒരു ലോക്കർ റൂം. ആ ലോക്കർ റൂമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ അക്കമിട്ട് കൊടുത്തിരിക്കുന്ന പല ലോക്കർ ഫെസിലിറ്റികളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആഭരണങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് ബാങ്കിൽ കൊണ്ടുവെക്കുമല്ലോ. അപ്പം ഓരോ കസ്റ്റമേഴ്സിനും ഓരോ പെട്ടികൾ അവിടെ കാണും. ആ പെട്ടിയുടെ മുകളിൽ ഒരു നമ്പർ കാണും. അപ്പോൾ ഇതുപോലെ ഈ ഒരു വലിയ ലോക്കർ റൂമിൻ്റെ ഉള്ളിൽ
ഒരുപാട് പെട്ടികളുണ്ട്. ആ പെട്ടികളുടെ മുകളിലെല്ലാം ഓരോ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ പെട്ടികളും ഓരോ രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക. അതായത് ഇന്ത്യ, അമേരിക്ക ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ. അപ്പോൾ 200-ൽ പരം രാജ്യങ്ങളുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ അത്തരത്തിലുള്ള 200-ൽ പരം വരുന്ന പെട്ടികൾ, ഇങ്ങനെ വലിയ പെട്ടികൾ അടുക്കി വച്ചിരിക്കുകയാണ്. ആ ഓരോ പെട്ടിക്കും ഓരോ നമ്പറുണ്ട്. ഓരോ നമ്പരും ഓരോ രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കരുതുക. ആ പെട്ടികളുടെ കൂട്ടത്തിൽ നിന്നും ഇന്ത്യയുടെ നമ്പറുള്ള പെട്ടിയെ ഞാൻ വെളിയിലേക്ക് എടുക്കുകയാണ്. ആ പെട്ടി തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചെറു പെട്ടികൾ വേറെയും കാണാൻ സാധിക്കും. ആ ചെറു പെട്ടികൾക്കും ഒരുപാട് നമ്പറുകളുണ്ട്. അത് നമ്മുടെ ഈ രാജ്യത്തെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റുകളെയും യൂണിയൻ ടെറിട്ടറികളെയും സൂചിപ്പിക്കുന്നതാണെന്ന് കരുതുക. അതിൽ നിന്നും കേരളത്തിൻ്റെ നമ്പർ ഇട്ടിരിക്കുന്ന ഒരു പെട്ടി ഞാൻ എടുക്കുന്നു. ആ പെട്ടി എടുത്ത് തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എനിക്ക് 14 വേറെ പെട്ടികൾ കാണാൻ സാധിക്കും. ആ 14 പെട്ടികൾക്കും യുണീക്കായിട്ടുള്ള നമ്പേഴ്സുണ്ട്. 1, 2, 3 മുതൽ 14 വരെയുള്ള നമ്പേഴ്സുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഞാൻ എൻ്റെ സ്വന്തം ജില്ലയായിട്ടുള്ള പത്തനംതിട്ട ജില്ലയുടെ പെട്ടി എടുക്കുകയാണ്. അപ്പോൾ ആ പെട്ടിയുടെ നമ്പർ ഒരു 9 ആണെന്ന് കരുതുക. ആ 9 എന്നുള്ള പെട്ടി തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ പത്തനംതിട്ട ജില്ലയിലുള്ള താലൂക്കുകളുടെ പെട്ടികളാണ് ഉള്ളത്. അപ്പോൾ ഒരു 5 താലൂക്ക് ഉണ്ടെങ്കിൽ 5 പെട്ടികളുണ്ടെന്ന് കരുതുക. ആ 5 പെട്ടിയിൽ നിന്നും എൻ്റെ സ്വന്തം താലൂക്കായിട്ടുള്ള തിരുവല്ലയുടെ പെട്ടി ഞാൻ എടുക്കുന്നു. ആ തിരുവല്ലയുടെ പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെയും അനേകം പെട്ടികൾ കാണാൻ സാധിക്കും. ഓരോ പഞ്ചായത്തുകൾ, ഈ താലൂക്കിൻ്റെ ഉള്ളിലുള്ള ഓരോ പഞ്ചായത്തുകളെയും സൂചിപ്പിക്കുന്ന പെട്ടിയാണെന്ന് കരുതുക. ആ ഓരോ പെട്ടിക്കും ഓരോ നമ്പറുകളുണ്ട്. അതിൽ നിന്നും എൻ്റെ സ്വന്തം പഞ്ചായത്തായിട്ടുള്ള കടപ്പുറ പഞ്ചായത്തിനെ ഞാൻ എടുക്കുന്നു. അത് തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ പഞ്ചായത്തിലെ വാർഡുകളെ പ്രതിനിധീകരിക്കുന്ന ഒരുപാട് പെട്ടികൾ, ചെറു പെട്ടികളുണ്ടെന്ന് കരുതുക. ആ ഓരോ പെട്ടിക്കും ഓരോ നമ്പറുണ്ടെന്നും ചിന്തിക്കുക. അതിൽ നിന്നും എൻ്റെ വാർഡ് ഞാൻ തുറക്കുന്നു. ആ തുറന്ന പെട്ടിക്കുള്ളിൽ വേറെയും ഒരുപാട് പെട്ടികളുണ്ട്. അത് ആ വാർഡിലെ ഓരോ വീടുകളുടെയും പെട്ടികളാണെന്ന് കരുതുക. അതിൽ നിന്നും ഞാൻ എൻ്റെ വീടിൻ്റെ പെട്ടി എടുക്കുന്നു. അതിനൊരു നമ്പറുണ്ട്. ആ പെട്ടി തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എൻ്റെ വീട്ടിലുള്ള ഓരോ അംഗങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഓരോ പെട്ടികളുണ്ടെന്ന് കരുതുക. ഓരോന്നിനും നമ്പറുണ്ടെന്ന് കരുതുക. ഇത് ടെൻസർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ മാത്രമായിരുന്നു. ഒരു അനാലജി ആയിട്ട് എടുത്താൽ മതി, നേരിട്ടുള്ള ഒരു എക്സാമ്പിൾ അല്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള ഓരോ പെട്ടിക്കും ഓരോ നമ്പേഴ്സുണ്ട്. ആ നമ്പർ നമ്മൾ ഓരോ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യുമ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയെ നമുക്ക് ഈ ടെൻസർ ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ChatGPT ഒക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. ChatGPTയിലും ഇത്തരത്തിലുള്ള ടെൻസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ AI-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തിലും ടെൻസേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആൽബർട്ട് ഐൻസ്റ്റീനും അത്തരത്തിലുള്ള ഒരു മാത്തമെറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഉപയോഗിച്ചത്. ഗ്രോസ്മാൻ കൊടുത്തിട്ടുള്ള ആ മാത്തമെറ്റിക്കൽ സ്ട്രക്ചറിനെ അദ്ദേഹം ഒന്ന് റീഡിസൈൻ ചെയ്ത് പല തവണയായിട്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻസ് കൂട്ടി നോക്കിയിട്ടാണ് ഒടുവിൽ ഉചിതമായിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേർന്നത്. വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പെട്ടെന്ന് പറയാം. ഒരു വെള്ളക്കടലാസ് എടുക്കുക. ആ വെള്ളക്കടലാസ് ഞാൻ എൻ്റെ കൈകൊണ്ട് അമർത്തി സ്ക്വീസ് ചെയ്ത് ചുരുട്ടുന്നു. അങ്ങനെ ചുരുട്ടിക്കഴിഞ്ഞു. എങ്ങനെയാണ് ആ ചുരുണ്ട ഷേപ്പ് ഉണ്ടായതെന്ന് നമുക്കിതേ ടെൻസർ ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാം. കാരണം ഓരോ വശത്തു നിന്നും പല പല ഭാഗങ്ങളിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്നുമുള്ള ഓരോ പ്രഷറുകൾ അവിടെ ചെലുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഓരോ ടെൻസറുകളിലും സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള വാല്യൂസാണ്. ടെൻസർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ഒരുപാട് പെട്ടികളുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. കാരണം ഓരോ ചെറിയ ചെറിയ പാരാമീറ്റേഴ്സും അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെർക്കുറി കറങ്ങുമ്പോൾ മെർക്കുറിയുടെ സ്വന്തമായിട്ടുള്ള കറക്കം അതിൽ വരുന്നുണ്ട്. മെർക്കുറിയുടെ മാസ് വരുന്നുണ്ട്. ആ കറക്കം കാരണം ഉണ്ടാകുന്ന വളവ്, സ്പേസ് ടൈമിൻ്റെ വളവ് വരുന്നുണ്ട്. ആ സ്പേസ് ടൈമിൻ്റെ വളവ് കാരണം ആ വളവിലൂടെ സഞ്ചരിക്കുന്ന മെർക്കുറിയുടെ പാത്തും വരുന്നുണ്ട്. അതുകൂടാതെ സൂര്യൻ വരുന്നുണ്ട്. സൂര്യൻ ഉണ്ടാക്കുന്ന കർവേച്ചർ വരുന്നുണ്ട്. അതിൻ്റെ പാത്തും അവിടെ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു സമവാക്യമായിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടോ? യഥാർത്ഥത്തിലുള്ള ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ സമവാക്യം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ്. ഈ സമവാക്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞ ടെൻസേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ഇടതുവശത്തായിട്ട് കാണുന്ന RμV അത് റിച്ചി കർവേച്ചർ ടെൻസറാണ്. അതുപോലെ GμV എന്ന് പറയുന്നത് മെട്രിക് ടെൻസറാണ്. TμV എന്ന് പറയുന്നത് സ്ട്രെസ്സിനെയും എനർജിയെയും പ്രതിനിധാനം ചെയ്യുന്ന ടെൻസറാണ്. ഇതിനും അപ്പുറത്തേക്ക് ഞാൻ ഈ സമവാക്യത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾ ഈ കാണുന്നതിൽ 99.99% ആളുകൾക്കും ഒന്നും മനസ്സിലാവുകയില്ല. കൂടാതെ ഈ ഒരു വീഡിയോ എനിക്ക് മതിയാകാതെ വരും. കുറേയധികം മണിക്കൂറുകൾ കൊണ്ട് മാത്രമേ അത്തരത്തിലുള്ളൊരു ഡെറിവേഷൻ ഡിറൈവ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനോ സാധിക്കുകയുള്ളൂ. മാത്തമാറ്റിക്കലി ഡിറൈവ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അത് അല്ലാതെ പ്രാക്ടിക്കലി തെളിയിക്കുക കൂടി വേണം. എങ്ങനെയാണ് ജനറൽ റിലേറ്റിവിറ്റി തിയറി തെളിയിക്കാൻ സാധിക്കുക? പ്രകാശം വളയുമെന്ന് കൂടി പറയുന്നുണ്ട്. അതായത് ഒരു സെലസ്റ്റിയൽ ബോഡി കാരണം സ്പേസ് ടൈം വളയുന്നുണ്ടല്ലോ, ആ സ്പേസ് ടൈമിലൂടെ വരയ്ക്കുന്ന ഒരു വര, ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഈ പറയുന്ന പ്രകാശമെന്ന് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ വളഞ്ഞ ഒരു തുണിയിലൂടെ നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം ആ തുണി ഒന്ന് നിവർത്തി നോക്കിക്കഴിഞ്ഞാൽ അത് ശരിക്കും സ്ട്രെയിറ്റ് ലൈൻ അല്ല, അത് ആ വളവിനനുസരിച്ച് വളഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രകാശത്തിനും ഇത് തന്നെ സംഭവിക്കും. അത് നമുക്ക് പ്രാക്ടിക്കലി തെളിയിക്കാൻ സാധിക്കും. ആ കാലഘട്ടത്തിൽ തന്നെ തെളിയിക്കാൻ സാധിക്കുമായിരുന്നു. രാത്രിയിൽ നമുക്ക് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കുമല്ലോ. നക്ഷത്രം എന്ന് പറയുന്നത് ആ സെലസ്റ്റിയൽ ബോഡിയിൽ നിന്ന് വരുന്ന പ്രകാശമാണ്. ആ പ്രകാശം വളയുന്നു എന്ന് തെളിയിച്ചാൽ മതിയല്ലോ. അത് വളയണമെങ്കിൽ അതിൻ്റെ ഇടയിൽ നല്ല മാസുള്ള ഒരു സെലസ്റ്റിയൽ ബോഡി കടന്നു പോകണം. ചന്ദ്രനുണ്ട്, പക്ഷേ ചന്ദ്രൻ്റെ മാസ് അപര്യാപ്തമാണ്. ചന്ദ്രൻ്റെ മാസ് കാരണം വളയും, പക്ഷേ ആ വളവ് നമുക്ക് തിരിച്ചറിയാൻ ഒരിക്കലും സാധിക്കുകയില്ല. സൂര്യനുണ്ട്, പക്ഷേ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ആകാശത്ത് നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കില്ല, കാരണം സൂര്യൻ്റെ പ്രകാശ തീവ്രത കാരണം. പക്ഷേ ഒരു സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അത് സൂര്യഗ്രഹണമാണ്. സൂര്യഗ്രഹണം സംഭവിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഇരുട്ടാകുമ്പോൾ അവിടെ നമുക്ക് സൂര്യൻ്റെ അടുത്തായിട്ട് നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും. ഓരോ ദിവസവും കൃത്യമായിട്ടുള്ള സമയങ്ങൾ എവിടെയായിരിക്കും ഓരോ നക്ഷത്രങ്ങളുടെയും സ്ഥാനമെന്ന് നമുക്ക് അറിയാം. ആ അറിവും സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് ചിത്രീകരിച്ച ആ സൂര്യഗ്രഹണത്തിൻ്റെ ചിത്രവും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുന്ന നക്ഷത്രങ്ങളുടെ സ്ഥാനത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. സൂര്യൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ ഒരിക്കലും കാണാൻ പറ്റാത്ത ചില നക്ഷത്രങ്ങളുണ്ട്. അതായത് സൂര്യൻ്റെ നേരെ പുറം ഭാഗത്തായിട്ട് വരുന്ന നക്ഷത്രങ്ങളെ നമുക്ക് ആ ഘട്ടത്തിൽ സൂര്യഗ്രഹണം സംഭവിച്ചാലും കാണാൻ പറ്റേണ്ടതല്ല. പക്ഷേ പ്രകാശം ഇങ്ങനെ വളയുന്നത് കാരണം ആ നക്ഷത്രങ്ങളെ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നക്ഷത്രങ്ങൾ വളഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം വളഞ്ഞിട്ടാണ് ഭൂമിയിൽ എത്തിച്ചേർന്നത്. 1919 ആർതർ എഡിങ്ടൺ എന്ന ആസ്ട്രോണമർ അത് ചിത്രീകരിക്കുകയും അതിനെ തുടർന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകപ്രശസ്തനായിട്ടുള്ള, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ഒരു സെലിബ്രിറ്റി ആയിട്ട് തന്നെ അദ്ദേഹം പരിണമിച്ചു. ശരിക്കും അതിന് മുൻപ് തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ നിർദ്ദേശപ്രകാരം മറ്റൊരു ആസ്ട്രോണമർ ഈ ഒരു ദൃശ്യം ചിത്രീകരിക്കാനായിട്ട് ശ്രമിച്ചതാണ്. അതിനു മുൻപ് നടന്നിട്ടുള്ള ഒരു സൂര്യഗ്രഹണം ചിത്രീകരിക്കാനായിട്ട് സോവിയറ്റ് യൂണിയനിലേക്ക് അദ്ദേഹം പുറപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഒന്നാം ലോക മഹായുദ്ധം പ്രഖ്യാപിക്കപ്പെടുന്നത്. അതായത് ജർമ്മനിയും സോവിയറ്റ് യൂണിയനും ആ ഘട്ടത്തിൽ ശത്രുക്കളാണ്. ജർമ്മനിയിലുള്ള ഒരു ഗവേഷകൻ സോവിയറ്റ് യൂണിയനിലെ ഒരു ട്രെയിനിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെയുള്ള പട്ടാളക്കാർ ചിന്തിക്കുക? അയാളുടെ ഒപ്പം വലിയ വലിയ പെട്ടികൾക്കകത്ത് വലിയ വലിയ ഇൻസ്ട്രുമെൻറ്റുകൾ ഉണ്ടെങ്കിലോ? കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനൊരു ചിത്രം ചിത്രീകരിക്കണമെങ്കിൽ വളരെ വലിപ്പമേറിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ അത്യാവശ്യമാണ്. അങ്ങനെ വലിയ പെട്ടികളുമായിട്ടാണ് പിടിക്കപ്പെടുന്നത്. അവർ സംശയിച്ചത് ഒരു ചാരനാണെന്നാണ്. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അവർ ചെവിക്കൊണ്ടില്ല. അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് ആ ആസ്ട്രോണമർക്കും ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾക്കും അവിടെ നേരിടേണ്ടി വന്നത്. അവർ കുറേയധികം നാൾ തടവിൽ തന്നെയായിരുന്നു. പിന്നീട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയും മാക്സ് പ്ലാങ്കിൻ്റെയും ഒക്കെ ഇടപെടലിനെ തുടർന്നാണ് അവരെ വെറുതെ വിടുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ജീവിതവും അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര പരീക്ഷണങ്ങളുമൊക്കെ വിവരിച്ചുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ സീരീസ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതുപോലെ ഈ വീഡിയോയുടെ തുടക്ക ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്ന സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി, അതിൻ്റെ വീഡിയോ ലിങ്കും ഞാനും ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. സമയം വളരെയധികം നീണ്ടുപോയി എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷേ ഇത്രയും സമയം വേണ്ടി വരും ഇങ്ങനൊരു തിയറിയെക്കുറിച്ച് എക്സാമ്പിൾസൊക്കെ ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും
താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻറ്റ്സ് വലിയ രീതിയിലുള്ള മോട്ടിവേഷനാണ് എനിക്ക് പകർന്നു നൽകുന്നത്. നിങ്ങളുടെ കമൻറ്റ്സും ലൈക്സും ഒക്കെ ഞാൻ നോക്കുന്നതാണ്. കൂടുതലായിട്ട് ലൈക്സും കമൻറ്റ്സും ഒക്കെ വരികയാണെങ്കിൽ എനിക്ക് വലിയ മോട്ടിവേഷൻ ലഭിക്കും. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ ചെയ്യാനായിട്ട് എനിക്കത് പ്രചോദനമായിട്ട് മാറും. അതുകൊണ്ട് ഒരു മടിയും കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്.